സഭാ തർക്കം ഏതാണ്ട് 114 വർഷത്തോളമായി തുടർന്നു വരുന്ന ഒരു വലിയൊരു പ്രശ്നമാണത്. ഇവിടെ പല ഘട്ടത്തിലായിട്ട് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാർ ഇരുന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലും വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇരു കൂട്ടരും എടുത്തത്. LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത്, തമ്മിലടിപ്പിച്ച് രണ്ട് കൂട്ടരുടെയും വോട്ട് നേടുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം. ഒരുപക്ഷെ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് ഭരണത്തിലിരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരുടെ മുഖ്യമന്ത്രിമാർ ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ സഭാതർക്കം വളരെ പണ്ടേ പരിഹരിച്ചിരുന്നേനെ. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികൾ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കരുത് എന്ന ചിന്താഗതിയോട് കൂടിയാണ് ഇതിലിടപെട്ടിട്ടുള്ളത്. കാരണം ഇത് പരിഹരിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങനെ ഒരു നിലപാട് അവരെടുത്തത്.